സർ, നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹം ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ കാവി പുതപ്പിച്ചതാണോ ഈ വിഷയത്തിൻ്റെ എല്ലാം കാരണം? രാജേന്ദ്ര ആർലേക്കർ തൻ്റെ ഒരു രാജ്ഭവനിൽ നടന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നടന്ന, അദ്ദേഹത്തിൻ്റെ സെനറ്റ് ഹാളിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച അത് അവസാനത്തെ പരിപാടി. അതിനു മുന്നേ അദ്ദേഹം രാജ്ഭവനിലും അത് ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാവിക്കൊടി മാത്രമാണോ CPM-ൻ്റെ പ്രശ്നം? അങ്ങനെയാണ് സർ തോന്നുന്നത്. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവരുടെ ഭാഷ്യവും അവരുടെ രീതിയും കണ്ടാൽ CPM-ൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കാവി പുതപ്പിച്ചു, കാവിയാണ് പ്രശ്നം. സത്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിഷയത്തിൽ അവർക്ക് ജനപിന്തുണ കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ പിന്തുണ കിട്ടുന്ന ഒരു വിഷയം അവർ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും ഈ വിഷയത്തിൽ ആ പടത്തിൽ അല്ലെങ്കിൽ ആ ചിത്രത്തിലെ എല്ലാ ബിംബങ്ങളോടും അവർക്ക് ശക്തമായ എതിർപ്പുണ്ട്. അതെ, ഉണ്ട്. ഒന്ന്, ഈ ഭരണഘടന എന്നുള്ള വിഷയത്തിൽ തന്നെ അവർക്ക് എതിർപ്പുണ്ട് ശക്തമായി. പലകുറി അത് അംബേദ്കർ അടക്കം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അത് വർഷം തെറ്റിയിരുന്നു. 1949 നവംബർ 25 അദ്ദേഹം പ്രസിദ്ധ കമ്മ്യൂണിസ്റ്റുകാർ എന്നെ ശക്തമായിട്ട് എതിർക്കുന്നു, ഭരണഘടന എതിർക്കുന്നു, ഈ ഭരണഘടനയെ മറിച്ചിടാൻ നോക്കുന്നു, ഈ രാജ്യത്തെ മറിച്ചിടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ പ്രസംഗമുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഭരണഘടന എതിർക്കുന്നു, അതുകൊണ്ട് തന്നെ അംബേദ്കർ അടക്കമുള്ള ആളുകൾ ധാരാളം പ്രാവശ്യം ഈ ഭരണഘടനയെ ഇവരെതിർക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഈ ഭരണഘടനയിലില്ലാത്ത ഒന്നും ഇവർ അംഗീകരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ രാഷ്ട്രപിതാവ് എന്നുള്ള സങ്കല്പമില്ല. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് എന്ന് എഴുതി വെച്ചിട്ടില്ല. രണ്ട്, ഈ കോടതിയിലൊക്കെ വെച്ചിരിക്കുന്ന ഈ നീതി ദേവതയുടെ ചിത്രം, അത് കോടതി അംഗീകരിച്ച സാധനമാണ്? ഏതെങ്കിലും കോടതി അംഗീകരിച്ചിട്ടുണ്ടോ? ഭരണഘടനയിലുണ്ടോ? അതൊരു ബിംബം മാത്രമാണ്. അതൊരു ബിംബമാണ്, പ്രതീകമാണ്, എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതിനെന്താ തെറ്റ് എന്നുള്ളത് ചോദിച്ചാൽ അറിയില്ല. രണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഇവരുടെ വർഗത്തിനെ ഉന്മൂലനം ചെയ്യുന്ന വർഗ സിദ്ധാന്തം അല്ലെങ്കിൽ ഉന്മൂലന സിദ്ധാന്തം പൂർണ്ണമായി ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഇത്തരം ആളുകളെ തകർക്കണമെന്നും ബൂർഷ്വാസികളെ കൊല്ലണമെന്നും ഫെഡറലിസം അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ വിരുദ്ധമാണ്, ഉറപ്പായിട്ടും ഭരണഘടനാ വിരുദ്ധമാണ്. അതെ. അപ്പോൾ ഇത്തരം തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഇവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇത് രണ്ടുമാണല്ലോ കമ്മ്യൂണിസത്തിൻ്റെ ബേസിക്. തീർച്ചയായിട്ടും. വർഗ സിദ്ധാന്തം, വിപ്ലവം, സമ്പൂർണ്ണ വിപ്ലവം, തൊഴിലാളി വർഗത്തിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം, സമത്വം പിന്നെ രണ്ടാമത് പോട്ടെ എന്നിരിക്കും. ഈ ആധിപത്യത്തെ ഭരണഘടന അംഗീകരിക്കുന്നില്ലല്ലോ, ഒരിക്കലും ഇല്ല. ജനാധിപത്യപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിളിക്കും? എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിക്കരുത്. ഇത്തരം ധാരാളം കാരണം കൊണ്ട് ഇവർക്ക് ഈ ഭരണഘടനയെ അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിവൃത്തികേട് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ മറ്റ് സമൂഹങ്ങളെ അംഗീകരിക്കണമെന്ന് നിവൃത്തികേട് കൊണ്ട് പറഞ്ഞ പോലെയും മറ്റു രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലും മറ്റുള്ള സിറിയയിലും എല്ലാം ഇത് ചെയ്യാത്ത പോലെ ഇവർക്ക് നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലൊന്നും ഒരു സ്ഥലത്തും പ്രതിപക്ഷ നേതാവില്ലല്ലോ. ചൈനയിലായാലും ക്യൂബയിലായാലും ഏകാധിപത്യ ഭരണമാണ്. ഇതൊന്നും ഇവർക്ക് ഭരണഘടന ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. നിവൃത്തികേട് കൊണ്ട് ചെയ്യുകയാണ് ഒന്ന് ഭരണഘടനയുടെ കാര്യം. രണ്ട്, കാവിക്കൊടി ഇവർ എതിർക്കുന്നു. ശരി, ഈ ഭരണഘടനാപരമായി തന്നെ നമുക്കറിയാം 47-48 കാലഘട്ടങ്ങളിലാണ് ഈ കൊടി നമ്മൾ അംഗീകരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. അതിനു മുൻപും കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതിനുശേ അശോക ചക്രവും മറ്റു പല കാര്യങ്ങളുമായിരുന്നു. ചർക്ക വേണമെന്ന് ഗാന്ധിജി പറഞ്ഞു. ഇത്തരം പല കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ മൂവർണ്ണക്കൊടി വയ്ക്കുമ്പോൾ ചരിത്രപരമായി നമുക്കൊരു ചെറിയ ഒരു തെറ്റ് പറ്റുന്നുണ്ട്. കാരണം ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച ഒരു 47-ന് മുൻപില്ല. നമ്മുടെ ചരിത്രം 47-ന് ശേഷം തുടങ്ങുന്നതാണ് എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രതീതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്താകമാനം വിശ്വസിക്കുന്നതും വിഷ്ണു പുരാണം തൊട്ട് പറഞ്ഞിട്ടുള്ളതും ഈ രാജ്യം ചരിത്രാതീത കാലം മുതൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും വിഷ്ണു പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഉത്തരസ്യാദിശി ദേവതാത്മാ ഹിമാലയം അവിടം തൊട്ട് കന്യാകുമാരി വരെയുള്ള വലിയ ഈ ദേവഭൂമി ഇത് ഭാരതമെന്ന് അറിയുന്നു, ഭരതൻ ഭരിച്ചുകൊണ്ടും മറ്റു പല കാരണം കൊണ്ടും അറിയാം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചരിത്രപരമായ ഒരു വലിയ ഒരു ചരിത്രമുണ്ട്, അതിനൊരു പിന്തുണയുണ്ട്, ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ശ്രീരാമൻ ഭഗവാൻ ഇവിടെ വന്നിട്ട് രാമക്ഷേത്രത്തിൽ ഈ ഇവിടെ രാമേശ്വരത്ത് വന്നിട്ടാണ് അദ്ദേഹം പൂജകൾ നടത്തിയത്. ഈ ഇവിടെ നമ്മളും ഗംഗാജലമാണ് പലരും വീടുകളിൽ പിതാവിനെയും ഒക്കെ അമ്മയും മരിക്കുമ്പോഴൊക്കെ കൊടുക്കുന്നത്. നമുക്ക് എന്താ ഗംഗയായിട്ട് എന്ത് ബന്ധം? എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സങ്കല്പമാണ് ഗംഗാജല സങ്കല്പം. അതെല്ലാം പുണ്യമായി നമ്മൾ കരുതുന്നു. തീർച്ചയായിട്ടും
അല്ലേ? അങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്. അതെ, കർമ്മം ചെയ്യുന്നത്. നമ്മൾ ഇതെല്ലാം ഈ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള നദികളെയും ഈ മറ്റേ ഗിരിശൃംഗങ്ങളെയും എല്ലാം നമ്മൾ വലിയ പുണ്യ നദിയായും പുണ്യ കാര്യമായും കരുതുന്നു. അതെ, ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് അംഗീകരിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെല്ലാം കാവിക്കൊടിയായിരുന്നല്ലോ. അതെ, നമ്മളുടെ എല്ലാ രാജാക്കന്മാരുടെയും അതുപോലെ നമ്മളുടെ എല്ലാ സമരങ്ങളുടെയും ഒരു മുന്നണിയിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ചരിത്രപരമായി ഇപ്പോൾ ഗുപ്ത സാമ്രാജ്യമൊക്കെ നമുക്കറിയാം, ഏറ്റവും മഹത്തായ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെയൊക്കെ കൊടിയടയാളം രാമൻ്റെയും കൃഷ്ണൻ്റെയും അർജുനൻ്റെയും എല്ലാം നമ്മളുടെ ചരിത്ര പുരുഷന്മാരുടെ കൊടിയടയാളം ഇതെല്ലാം കാവ്യമായിരുന്നു. അപ്പോൾ ചരിത്രപരമായി ഇവർക്ക് ഇന്ത്യയുടെ ഈ പറയുന്ന ഒരു കാലാതീതമായിട്ടുള്ള വളർച്ചയും ആ കാലഘട്ടത്തെ സമൃദ്ധിയൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവർ തന്നെയാണ് പറഞ്ഞിരുന്നത് ഇത്തരം അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാവിക്കൊടി പറ്റില്ല, ഭരണഘടന പറ്റില്ല, കാവിക്കൊടി പറ്റില്ല. ചരിത്രപരമായിട്ടുള്ള പിന്നെ ഭാരതാംബയുടെ സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അമ്മ സങ്കല്പമാണല്ലോ. തീർച്ചയായിട്ടും ഇവർക്ക് മാതൃത്വത്തെ വരെ ഇവർ അംഗീകരിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഫാമിലി എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് അഭിപ്രായം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ മാർക്സും ഏംഗൽസിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതായത് ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ്. ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1884 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ഏകപത്നി സങ്കല്പം എന്നുള്ളത് ബൂർഷ്വാസി സങ്കല്പമാണ്. കുടുംബം എന്നുള്ള സങ്കല്പം തന്നെ, അണുകുടുംബം എന്നുള്ള സങ്കല്പം, സ്ത്രീ പുരുഷ ബന്ധം, ഇതെല്ലാം ബൂർഷ്വാസി സങ്കല്പമാണെന്നും ബൂർഷ്വാസികൾക്ക് തങ്ങളുടെ സ്വത്ത് കൈമാറ്റം ചെയ്യുവാനായിട്ടാണ്, സ്ത്രീകളെ നിയന്ത്രിക്കുവാനായിട്ടാണ് ഏകപത്നി വ്രതം, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ഒരു ഭാര്യയെ പാടുള്ളൂ എന്നുള്ള സങ്കല്പം പാടില്ല എന്നിവരെ എഴുതി വെച്ചത്. അതൊരു ബൂർഷ്വാ സങ്കല്പമാണ്. ഈ ദ മോണോഗമസ് ഫാമിലി എന്നുള്ളത് പാടില്ല എന്നിവർ എഴുതിയിട്ടുണ്ട്. ഇത് സ്വത്ത് വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയായിട്ട് ഇവർ കാണുന്നു. ഇവർ കമ്മ്യൂണുകളെ സൃഷ്ടിച്ച് സ്ത്രീക്കും പുരുഷനും സ്വതന്ത്രമായി ജീവിക്കുവാനും ഉണ്ടാകുന്ന കുട്ടികളെ സ്റ്റേറ്റ് വളർത്തും. അച്ഛനും അമ്മയും അറിയാത്ത കുട്ടികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മഹത്തായ കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിന്റെ ബേസ്. ആ കുട്ടികളെ വളർത്തേണ്ടത് ആരാ? സ്റ്റേറ്റ് വളർത്തും. അവർക്ക് അച്ഛനില്ല അമ്മയില്ല. ഇങ്ങനെയാണ് വളർത്തേണ്ടതെന്നാണ് ഇവർ വെച്ചത്. ഇത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ കമ്മ്യൂണുകൾ കേരളത്തിൽ ശ്രമിച്ചു നോക്കി, മറ്റു പല രാജ്യങ്ങളിൽ ശ്രമിച്ചു നോക്കി. ഇതെല്ലാം പരാജയപ്പെട്ടപ്പോഴല്ലേ ഇപ്പോൾ വലിയ സങ്കല്പമൊക്കെ പറയുന്നത്. അപ്പോൾ മാതാവിനെ പിതാവിനെ സങ്കല്പിക്കാൻ പറ്റാത്തവരാണ് ഭാരതാംബയെക്കുറിച്ച് സങ്കല്പിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായും രാഷ്ട്രീയമായും താത്വികമായും ഇവർക്ക് ഭാരതാംബയെ സങ്കല്പിക്കാൻ പറ്റില്ല, സ്വന്തം അമ്മയെ പോലും പാടില്ല എന്ന്. ഈ പുസ്തകം ഇപ്പോൾ പ്രിന്റ് ചെയ്ത് ഇറക്കില്ല, പക്ഷേ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഇവരിപ്പോൾ ഇറക്കില്ല. ഇവർക്ക് ഞാൻ ഇവിടെ തർക്കിച്ചപ്പോൾ പുസ്തകമേ ഇല്ലയെന്ന് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പുസ്തകം ഇറക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഡേറ്റും ഏത് പ്രസ്സാണ് ഇറക്കിയെന്ന് പറഞ്ഞപ്പോഴാണ് നിർത്തി. എൻ്റെ അടുത്ത് കോപ്പിയുണ്ട്. ചർച്ചകളിൽ വന്നിരുന്നു. ആ ചർച്ച വന്നപ്പോൾ ഒരു ആളും ഇങ്ങനത്തെ ഒരു പുസ്തകം ഇറക്കിയിട്ടില്ലെന്ന് ഞാൻ അപ്പോൾ എൻ്റെ അടുത്തൊരു പുസ്തകമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏകപത്നി വ്രതം അതിനെ വളരെ വഷളാണ് പറഞ്ഞാൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. അതെ, അത് കാരണം ഞാനവിടെ നിർത്തുന്നു. അത് എന്തെങ്കിലും സംശയമുള്ളവർ പുസ്തകം വായിക്കട്ടെ. ആ പുസ്തകം ഇല്ലാന്ന് സംശയമുള്ളവർ നിങ്ങളെ എന്നെ ബന്ധപ്പെട്ട് ഞാൻ അയച്ചു കൊടുക്കാം. ഇത് അഖണ്ഡ ഭാരതം ഇവരംഗീകരിക്കുമോ? അഖണ്ഡ ഭാരതമേ പാടില്ല. ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ മുസ്ലിം ലീഗിന് താത്വികമായ പിന്തുണ കൊടുത്തതാണ് ഈ പറയുന്ന CPM. ശരിക്കും പറഞ്ഞാൽ ജിന്ന പോലും ഒരു കാലഘട്ടത്തിൽ 2 രാജ്യം വേണ്ട, ഇന്ത്യ വെട്ടിമുറിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ് ഇതിന് 2 നിർബന്ധിച്ച് ഒരു താത്വികമായ പിന്തുണ നൽകിയതാണ് CPI എന്ന. അപ്പോൾ അത് പിന്നെ മാത്രമുണ്ട്, ഇതിൽ 16 ദേശീയത അടങ്ങുന്ന ഒരു യൂണിയനാണ് എന്ന്. ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട് EMS. അതും ഇവിടെ നമ്മുടെ പരമേശ്വരജിയുടെ ഇരിപ്പുണ്ട്. ഇത് വേറെ രാഷ്ട്രമാണ്, ഇത് വേറെ രാജ്യമാണ്, മറ്റായിട്ട് പറ്റില്ല എന്ന് മറ്റു കൾച്ചർ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇവർ എല്ലാ കാലഘട്ടത്തിലും അത്തരം രീതി ചെയ്തിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യമുള്ള അതിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു നക്സലൈറ്റ്സ്. ആന്ധ്രയിലായാലും ഒക്കെ ആയാലും വിഭജനം ഉണ്ടാക്കി ചെറിയ ചെറിയ രാജ്യങ്ങൾ രൂപീകരിക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു. അതുകൊണ്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ 47കളിലൊക്കെ 46ലും 45ലും ഒക്കെ മൗണ്ട് ബാറ്റൺ വരുന്നതിന് മുൻപ് ബ്രിട്ടനിൽ സ്വാതന്ത്ര്യം നൽകാമെന്ന് സമ്മതിച്ചിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ചിലിനടുത്ത് സമ്മതിച്ചിരുന്നു. യുദ്ധം കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരണമെന്ന് തത്വത്തിൽ അവർ സമ്മതിച്ചു. പിന്നെ അതിനുള്ള ടൈമിംഗ് ആയിരുന്നു. ആ സമയത്താണ് ഇവിടെ മറ്റേ എടപ്പള്ളി ബോംബ് കേസും അതൊക്കെ ഉണ്ടാക്കുന്നത്. ഉറപ്പുണ്ടായപ്പോഴാണ് ചെയ്യുന്നത്.
സ്വാതന്ത്ര്യം കിട്ടുന്ന ഉറപ്പുണ്ടായപ്പോൾ ഇവരെ എടുക്കാനായിട്ടാണ് പുന്നപ്രയം ഉണ്ടായത് ആ അതിന്റെ കാലഘട്ടത്തിൽ. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി. അല്ല, ആ സമയത്ത് വിപ്ലവം ഉണ്ടാക്കി പോലീസുകാരെ ഒടിച്ച് ഇതിന്റെ ഈ കേരളത്തിന്റെ ഭരണം കമ്മ്യൂണിസ്റ്റ് വിപ്ലവ രീതിയിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു. ശരിക്കും സ്വാതന്ത്ര്യ സമരമായിട്ട് പോലെ സ്വാതന്ത്ര്യത്തെ തകർക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെയാണ് കണ്ണൂരും പലയിടത്തും ഈ പുന്നപ്ര അടക്കമുള്ളതിന്റെ കാര്യം ചരിത്രമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇതൊക്കെ നടത്തിയത്, ഈ സമരങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്. നമ്മൾ വിഷയത്തിലേക്ക് അല്ല, അപ്പോൾ അഖണ്ഡ ഭാരതവും ഇവർക്ക് എഗ്രി അല്ല, അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ആകെ ഉള്ളത് ഒരു സിംഹമാണ് അതിനകത്തുള്ള ബാക്കി. അതിനെ പറ്റില്ല, കാരണം സിംഹം ഗീർവനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഏഷ്യാറ്റിക് സിംഹം ഉള്ളത്. അതും ഇനിയിപ്പോൾ ഗുജറാത്തിലായ കാരണം നരേന്ദ്രമോദിയുടെ വല്ല ഭാഗമാണോ ബന്ധമാണോ വെച്ചിട്ടായിരിക്കും സിംഹത്തിനെ അംഗീകരിക്കാൻ ഇവർക്ക് പറ്റില്ല, കാരണം അതുകൊണ്ട് അതിനകത്ത്. അപ്പൊ ഈ ചിത്രത്തിലുള്ള ഒന്നിനെയും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കാവിക്കൊടി മാത്രമല്ല. അതെ, ഒരു കാരണവശാലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മാനസികമായ വെപ്രാളം ഇത് കാണുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുയോജ്യമല്ലാത്ത ഒരു ചിത്രം കാണുകയും അതിനെ ജനങ്ങൾ അംഗീകരിക്കുകയും ഭരണാധികാരി അംഗീകരിക്കുകയും അതിനെ പൂജിക്കുകയും ആ കാലഘട്ടത്തിൽ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ്. അത് അവരുടെ ജന്മത്തിലുള്ളതാണ്, അത് ഒന്നും മാറ്റാൻ പറ്റില്ല. അവർക്ക് ഇനിയിപ്പോൾ കാവിക്കൊടി മാറ്റിയാലും അവർ അംഗീകരിക്കില്ല. അതാണെങ്കിൽ ഇത് എംഗൽസിന് തെറ്റുപറ്റി എന്ന് പറയണം, അല്ലെങ്കിൽ EMSന് തെറ്റുപറ്റി എന്ന് പറയണം. അവർക്കിനിപ്പോൾ ഹമാസിന്റെ കൂടി വെക്കണമെന്നായിരിക്കും അവര് സത്യത്തിൽ. അതും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും സിറിയയിലോ എവിടെയെങ്കിലും ഉണ്ടോ? പണ്ട് ഉണ്ടായിരുന്നല്ലോ, എണ്ണം കുറഞ്ഞല്ലോ. പണ്ട് ഈ പറഞ്ഞ അഫ്ഗാനിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, എവിടെ പോയി? ഇറാഖിലുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഏതായാലും സാർ, നമുക്ക് ഈ വിഷയം സാറ് തന്നെ സംസാരിച്ച് അവസാനിപ്പിക്കുക. അത് കാവിക്കൊടിയാണ് അവർക്ക് വിഷയമായി തീർന്നിരിക്കുന്നത്, അല്ലെ? ഇന്ത്യയുടെ കാവിക്കൊടിയല്ല, ഇന്ത്യയുടെ പൈതൃകത്തെ അവർക്ക് ഭയമാണ്. സാറ് പറഞ്ഞ ചന്ദ്രഗുപ്തന്റെയും ചന്ദ്രഗുപ്തന്റെയും കാലത്ത് അന്നത്തെ കൊടി എന്തായിരുന്നു ഇവർക്ക് ഓർമ്മയുണ്ട്, അവർക്കറിയാം ചരിത്രം. നമുക്കൊരു ചരിത്രം പാടില്ല. അതെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെഗുവേര ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭാനുമതി എന്നുള്ള ഒരു ആകാശവാണിയുടെ റിപ്പോർട്ടർ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, നിങ്ങൾ ബഹുസ്വരത അംഗീകരിക്കുന്നുണ്ടോ, നിങ്ങൾ മതത്തെ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ മതത്തെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ബട്ട് ഹീ സേസ് ദാറ്റ് ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാനൊരു സോഷ്യലിസ്റ്റ് ആണെന്ന് അദ്ദേഹം പലകുറി പറയുന്നുണ്ട്. ചെഗുവേര ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, our mindset has been created like because we don't have a Gandhi and we don't have a history like you. നിങ്ങളുടേതുപോലുള്ള ഭാരതത്തിൻ്റെതുപോലുള്ള ഒരു വലിയ ചരിത്രമില്ല ഞങ്ങൾക്ക്, ഗാന്ധിജിയുമില്ല, ഞങ്ങളെ നയിക്കാൻ ഗാന്ധിയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ടെററൈസേഷനും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഈ രക്തരൂക്ഷിത വിപ്ലവത്തിലേക്ക് ക്യൂബ പോയത്. ഞങ്ങൾക്ക് മഹാത്മാഗാന്ധിയോ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലൊരു ചരിത്രമോ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ശ്രീ ചെഗുവേര തന്നെ ഇന്ത്യയിൽ വന്നപ്പോൾ ആകാശവാണിക്ക് നൽകിയ റിപ്പോർട്ടറിൽ ഭാനുമതി എന്ന റിപ്പോർട്ടർ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, കാരണം ഭാരതത്തിന് വലിയൊരു ചരിത്ര പാരമ്പര്യം ഉണ്ടെന്നും അതിൻ്റെ പുറകിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരമൊക്കെ. അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാവോ ചെഗുവേര പറഞ്ഞത്? ചെഗുവേര ഇന്ത്യയിലേക്ക് വന്നു എന്ന് തന്നെ വിശ്വസിച്ചിട്ടില്ലല്ലോ ഇവർ. വന്നപ്പോൾ ഇവരാരും പോയി കണ്ടൂല്ലല്ലോ. ഈ ഡൽഹിയിൽ 7 ദിവസം കുത്തിക്കിരുന്നിട്ട് ആ മനുഷ്യനെ ഒരൊറ്റ CPM നേതാക്കൾ പോയി കണ്ടിട്ടില്ല. അന്ന് ഇവിടെ EMSന്റെ ഭരണമുണ്ട്, ഒരു ഫ്ലൈറ്റ് എടുത്ത് പോയി കാണാമായിരുന്നല്ലോ. ജ്യോതിബാസു MLA ആണ്, ഒന്ന് പോയി വെറുതെ ഇരിക്കുകയാണ്, ഒന്ന് പോയി കാണാമല്ലോ. കൃഷ്ണമേനോനും നെഹ്റുവും അടക്കമുള്ള എല്ലാ കേന്ദ്ര നേതാക്കളും കണ്ടു. അദ്ദേഹം ചെഗുവേര ബംഗാളിൽ പോയിട്ട് അവിടുത്തെ എനിക്ക് പറഞ്ഞാൽ PC റോയോ ഒറ്റയായിരുന്നു മുഖ്യമന്ത്രി, അദ്ദേഹത്തെ കണ്ടു. ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ല. അദ്ദേഹത്തിന് ചെഗുവേരയ്ക്ക് അറിയായിരുന്നു എങ്ങനെയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യം നേടുന്നത്, അതിൻ്റെ അഹിംസ മന്ത്രത്തിൻ്റെ ശക്തി എന്തായിരുന്നു അദ്ദേഹത്തിന് അറിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കോ കാവിക്കൊടിയുടെയും ആ ചരിത്രത്തിൻ്റെയും പിന്തുണയെക്കുറിച്ചും അതിൽ നിന്ന് നേട്ടങ്ങളെക്കുറിച്ചും നമ്മളുടെ DNA കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം.